കാലഘട്ടത്തില് സിനിമ ഇപ്പം നിങ്ങൾ സംവിധായകനായിട്ട് തന്നെ സിനിമയ്ക്ക് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇപ്പം ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതായത് ഇത്രയും ചെറിയ കുട്ടികളെ അഭിനയിപ്പിക്കാൻ ഒരു വലിയ ടാസ്ക് ആണല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹരിയൻ സാർ വഴക്കുറമ്പില്ല, കാരണം പിണങ്ങി പോയെങ്കിൽ തീർന്നു. അപ്പൊ അന്ന് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ, പറഞ്ഞു തന്ന കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും? അത് സാറ് ആ കാര്യത്തിൽ ഭയങ്കര മാസ്റ്ററാണ്, നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരും. സാറിന്റെ എല്ലാ സിനിമകളിലും കണ്ടുകൂടെ, എല്ലാ ആക്ടേഴ്സും ഗംഭീര പെർഫോമൻസ്, കുട്ടനമ്പരാനായാലും അങ്ങനെ എല്ലാവരും. അപ്പൊ സാറിന്റെ ഒരു ക്രാഫ്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെൻ യു ടോക്കിംഗ് അബൌട്ട് ആക്ടിംഗ് സ്കൂൾസ്, പണ്ടത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യൂണിവേഴ്സിറ്റി. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് സിബി മലയിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാൻ. കാരണം ഭയങ്കര സ്വീറ്റായിട്ട് പറഞ്ഞുതരാം. ഐ മീൻ പെർഫോം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആസ് എ ബിഗിനർ, നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബിഗിനർ തന്നെ വിളിക്കാം. കാരണം നമ്മൾ ആക്ടിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഡ്രാമ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ചെയ്യാതെ സിനിമ തന്നെയായിരുന്നു ഡയറക്റ്റ്ലി ഇൻ ടു. അപ്പോൾ ഇങ്ങനെ സിബി സാറൊക്കെ വന്നിട്ട് ഓരോ നമുക്ക് അന്നത്തെ ഓരോ ഡയറക്ടേഴ്സ്, ഇപ്പം ഞാൻ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവരെല്ലാവരും ഓരോ രീതിയിലാണ് ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്, പെർഫോം ചെയ്യിപ്പിക്കാനുള്ള അവർക്ക് അവരുടെ ടൂള് ഓരോരുത്തർക്കും ഓരോ രീതി തന്നെയായിരുന്നു. ഇപ്പോൾ സിദ്ദിഖ് സാറെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സിദ്ദിഖ് സാറ് ടൈമിംഗ് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര നീ മനസ്സിൽ ഇത്ര കൗണ്ട് ചെയ്യും, എന്നിട്ട് ഈ ഡയലോഗ് പറ, അങ്ങനെ പറയും. സിബി സാറാണെങ്കിൽ വേറെ കുറച്ചും കൂടി ഇമോഷൻസ് ഇൻവോൾവ് ചെയ്തിട്ട് പറഞ്ഞുതരും. അങ്ങനെ ഓരോരോ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിന് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് എന്നല്ല, ഇവർ യൂസ് ചെയ്യുന്ന വേറെ രീതിയിൽ. ഇപ്പോഴത്തെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, ആക്ടറിന് കുറേ കൂടെ ലിബർട്ടി കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതായാലും ഇപ്പോൾ ഡയലോഗ്സ്. പണ്ട് അങ്ങനെയല്ല, പണ്ട് നമ്മൾ ആ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ പറയണം. പിന്നെ അതുപോലെ അന്ന് ലൈറ്റിംഗ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ആക്ടറിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഓൾറെഡി പ്രീ സെറ്റ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അങ്ങോട്ടൊരു കളക്റ്റീവാണ് ശരിക്കും ഇപ്പോൾ സിനിമ ഉണ്ടാകുന്നത്.